ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിലുള്ള ആദ്യത്തെ ട്രെയിനിങ് സെഷൻ ബ്രസീലിന്റെ ദേശീയ ടീം ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. 3 താരങ്ങളുടെ അഭാവത്തിലാണ് ഈ ഒരു ട്രെയിനിങ് സെഷൻ നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ കളിച്ചിരുന്ന മാർക്കീഞ്ഞോസ്, ബെറാൾഡോ, കാർലോസ് അഗുസ്റ്റോ എന്നിവർ ഇല്ലാതെയായിരുന്നു ഈ ഒരു ട്രെയിനിങ് സെഷൻ കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ ബ്രസീലിന്റെ ടീം നടത്തിയിരുന്നത്. എന്നാൽ ഈ ട്രെയിനിങ് സെഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇറ്റാഷിയ എസ്പോർട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് കാർലോ ആഞ്ചലോട്ടിയെ ഒരൽപ്പം അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, അല്ലെങ്കിൽ ഷോക്കേൽപ്പിച്ച ഒരു കാര്യം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് എന്താണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായി പരിശോധിക്കാം. അതായത് ആദ്യത്തെ ട്രെയിനിങ് സെഷൻ തുറന്ന ട്രെയിനിങ് സെഷൻ ആയിരിക്കും, മാധ്യമങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കും എന്ന് CBF കാർലോ ആഞ്ചലോട്ടിയെ അറിയിച്ചപ്പോൾ അദ്ദേഹം ഷോക്കാവുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിന് ആദ്യം ഇതിലൊരു മടി ഉണ്ടായിരുന്നു, എതിർപ്പുണ്ടായിരുന്നു. കാരണം യൂറോപ്പിൽ ഇത് അങ്ങനെ സാധാരണമല്ല. ഇത്രയധികം മീഡിയ കവറേജിന് മുന്നിൽ അദ്ദേഹത്തിന് പരിശീലിപ്പിച്ച് പരിചയമില്ല. പക്ഷെ പിന്നീട് മാധ്യമ പ്രവർത്തകരെ അദ്ദേഹം അനുവദിക്കുകയായിരുന്നു. ആദ്യത്തെ ട്രെയിനിങ് സെഷന് 15 മിനിറ്റ് കാണാൻ വേണ്ടി 100-ലധികം മാധ്യമ പ്രവർത്തകരാണ് വീക്ഷിച്ചത്. ഇത് ആഞ്ചലോട്ടിയെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു. ഇത്രയും വിവരങ്ങളാണ് ഇപ്പോൾ ഇറ്റാഷിയ എസ്പോർട്ട് നൽകിയിട്ടുള്ളത്. അതായത് ഇത്രയധികം മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ ട്രെയിനിങ് സെഷൻ നടത്തേണ്ടി വരും എന്നുള്ളത് കാർലോ ആഞ്ചലോട്ടി ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ ബ്രസീലിൽ കാര്യങ്ങൾ അങ്ങനെയാണ്. എപ്പോഴും മാധ്യമങ്ങൾ ഈ ഒരു ട്രെയിനിങ് സെഷന് അവിടെ കാത്തുനിൽപ്പുണ്ടാകും എന്നുള്ളതാണ്. CBF അതിന് അനുമതി നൽകുകയും ചെയ്തിരുന്നു. ഏതായാലും കൂടുതൽ ട്രെയിനിങ് സെഷനുകൾ ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ ബ്രസീലിനെ കാത്തിരിക്കുകയാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.